പ്രമുഖ ചരിത്ര പണ്ഡിതനും ഗവേഷകനും അധ്യാപകനുമായിരുന്ന MGS നാരായണൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 9:52 കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ചരിത്ര ഗവേഷണത്തിലും അവതരണത്തിലും തൻ്റേതായ വഴി വെട്ടിത്തുറക്കുകയും പ്രാചീന കേരള ചരിത്ര പഠനത്തിൻ്റെ ഗതി തന്നെ മാറ്റുകയും ചെയ്ത ദിഷണാശാലിയായിരുന്നു MGS. ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും സമൂഹത്തെയും സംബന്ധിച്ച് തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ മടികാട്ടാതിരുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിമരുന്നിട്ടു. അതേസമയം നിലപാടുകളിലെ കൃത്യതയും നിർഭയത്വവും കൊണ്ട് ആരാധകരെയും സൃഷ്ടിച്ചു അദ്ദേഹം. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ മെമ്പർ സെക്രട്ടറിയും ചെയർമാനും ആയിരുന്നു. 200-ലേറെ പുസ്തകങ്ങളും പ്രബന്ധങ്ങളും എഴുതിയിട്ടുണ്ട്. ഭാര്യ പ്രേമലത, മക്കൾ വ്യോമസേന ഉദ്യോഗസ്ഥനായ വിജയകുമാർ, നർത്തകിയും മോഹിനിയാട്ടം ഗവേഷകയുമായ വിനയ. 1932 ഓഗസ്റ്റ് 20 പൊന്നാനിയിലാണ് മൂറ്റായിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ എന്ന MGS നാരായണൻ ജനിച്ചത്. ഡോക്ടറായിരുന്നു പിതാവ് ഗോവിന്ദമേനോൻ. പരപ്പനങ്ങാടി BM സ്കൂൾ, പൊന്നാനി AV ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ പഠനം. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ ഇൻ്റർമീഡിയറ്റ് പഠനത്തിന് ശേഷം ഫാറൂഖ് കോളേജിൽ BA ഇക്കണോമിക്സ് പഠിക്കാൻ ചേർന്നെങ്കിലും സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ട് തൃശൂർ കേരളവർമ്മ കോളേജിലേക്ക് മാറി. ബിരുദം നേടിയ ശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ MA ഇംഗ്ലീഷ് പഠിക്കാൻ പോയി. പക്ഷേ പ്രവേശനം കിട്ടിയത് ഹിസ്റ്ററിക്കാണ്. അങ്ങനെയാണ് ചരിത്ര പഠനത്തിൻ്റെ വഴിയിലേക്ക് MGS തിരിഞ്ഞത്. കേരള സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ PhD നേടി. ഗുരുവായൂരപ്പൻ കോളേജ്, കേരള സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര വിഭാഗം തലവനായിരിക്കെ വിരമിച്ചു. ഹൈസ്കൂൾ പഠനകാലത്ത് കവിതയെഴുത്തും ചിത്രം വരയുമുണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രം വര കണ്ടാണ് താൻ വരയ്ക്കുന്നത് നിർത്തിയതെന്ന് MGS പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. കവിതയ്ക്ക് ധാരാളം സമ്മാനം കിട്ടിയിരുന്നു. ഇടശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള പൊന്നാനി കളരിയിൽ MGS അംഗമായി. ഉറൂബ്, കടവനാട് കുട്ടിക്കൃഷ്ണൻ, അക്കിത്തം തുടങ്ങിയവരുടെ ശിക്ഷണത്തിൽ എഴുതി തെളിഞ്ഞു. M ഗോവിന്ദൻ പത്രാധിപരായ മദ്രാസ് പത്രിക എന്ന മാസികയിലാണ് ആദ്യം കവിത അച്ചടിച്ചു വരുന്നത്. MS മൂറ്റായിൽ, MS നെടുവ എന്നീ പേരുകളിൽ കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് NV കൃഷ്ണവാര്യർ, NN കക്കാട്, ഉറൂബ്, തിക്കൊടിയൻ, KA കൊടുങ്ങല്ലൂർ തുടങ്ങിയവരുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, സംസ്കൃതം ഭാഷകളിലും ബ്രാഹ്മി, വട്ടെഴുത്ത്, ഗ്രന്ഥലിപികളിലും അവഗാഹമുള്ള MGS ശിലാരേഖാ പഠനത്തിൽ പരിശീലനം നേടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ സ്കൂൾ ഓഫ് ഓറിയൻ്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ കോമൺവെൽത്ത് അക്കാദമിക് സ്റ്റാഫ് ഫെലോ, യൂണിവേഴ്സിറ്റി ഓഫ് മോസ്കോ, ലെനിൻഗ്രാഡിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓറിയൻ്റൽ സ്റ്റഡീസ് എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് ഫെലോ, ടോക്കിയോ യൂണിവേഴ്സിറ്റി ഓഫ് ഫോറിൻ സ്റ്റഡീസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജസ് ആൻഡ് കൾച്ചേഴ്സിൽ പ്രൊഫസർ എമരിറ്റസ്, മഹാത്മാഗാന്ധി സർവകലാശാല, മാംഗ്ലൂർ സർവകലാശാല എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജേണൽ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിവ്യൂ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സമിതി അംഗമായിരുന്നു. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്, എപ്പിഗ്രാഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, പ്ലേസ് നെയിം സൊസൈറ്റി ഓഫ് ഇന്ത്യ, റോക്ക് ആർട്ട് സൊസൈറ്റി ഓഫ് ഇന്ത്യ, ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് സൗത്ത് ഇന്ത്യ എന്നീ സംഘടനകളിൽ പ്രവർത്തിച്ചു. ഇന്ത്യ ചരിത്ര പരിചയം, സാഹിത്യ അപരാധങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾ, വഞ്ഞേരി ഗ്രന്ഥവരി, സെക്കുലർ ജാതിയും സെക്കുലർ മതവും, കോഴിക്കോടിൻ്റെ കഥ, ജനാധിപത്യവും കമ്മ്യൂണിസവും, കേരളത്തിൻ്റെ സമകാലിക വ്യതകൾ, ചരിത്രകാരൻ്റെ കേരള ദർശനം, കോഴിക്കോട് ചരിത്രത്തിൽ നിന്ന് ചില ഏടുകൾ തുടങ്ങിയ പുസ്തകങ്ങളും പെരുമാൾസ് ഓഫ് കേരള, മലബാർ തുടങ്ങിയ ഗവേഷണ പ്രബന്ധങ്ങളുമാണ് പ്രധാന രചനകൾ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.